ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ് അറിയിച്ചു. ആഘോഷ പരിപാടികൾക്കായി 19,10,10,000 രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുള്ളത്. 25-ന് ക്ഷേത്രത്തിൽ ഉത്രാടക്കാഴ്ച ശീവേലി സമർപ്പണം നടക്കും. രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം. സ്വർണ്ണ കൊടിമരച്ചുവട്ടിൽ മേൽശാന്തി ആദ്യം കാഴ്ചക്കുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും സമർപ്പണത്തിൽ പങ്കാളികളാകും. കാഴ്ചക്കുല സമർപ്പിക്കാനെത്തുന്നവർക്ക് പ്രത്യേക വരി സംവിധാനം ഒരുക്കും. തിരുവോണ ദിവസമായ 26-ന് പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ടാകും. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിക്കും. തുടർന്ന് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും സമർപ്പിക്കും. ഉഷപ്പൂജ വരെ ഭഗവാന് ഓണപ്പുട സമർപ്പിക്കാം. രാവിലെ 9-ന് തിരുവോണ സദ്യ തുടങ്ങും. 10,000 പേർക്കാണ് തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണ ദിവസം രാവിലെ കൊമ്പൻ ബൽറാമും ഉച്ചതിരിഞ്ഞ് ഇന്ദ്രസനും രാത്രി രാജശേഖരനും കോലമേറ്റും. രാവിലത്തെ ശീവേലിക്ക് കോട്ടപ്പടി സന്തോഷ്മാരാരും ഉച്ചതിരിഞ്ഞ് ഗുരുവായൂർ ശശിമാരാരും മേളം നയിക്കും. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് ഉത്രാടം മുതൽ ചതയം വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. കൂടുതൽ ഭക്തർക്ക് ദർശനം ഉറപ്പാക്കുന്നതിനായി 1 മണിക്കൂർ ദർശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ 4:30-ക്ക് തുറക്കാറുള്ള ക്ഷേത്രനട ഈ ദിവസങ്ങളിൽ 3:30-ക്ക് തുറക്കും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, AU ഷിനിജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ഗുരുവായൂർ.